ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പറും ഡിവൈഎഫ്ഐ നേതാവുമായ സുജിത്തിനെതിരെയാണ് കേസെടുത്തത്. ശ്രീകൃഷ്ണപുരം സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കേസ്. ഗോകുൽ VS വിവരങ്ങളുമായി. ഗോകുൽ, എന്താണ് വിശദാംശങ്ങൾ? ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് രാഗം കോർണർ മെമ്പറും ഡിവൈഎഫ്ഐ നേതാവുമായ സുജിത്തിനെതിരെയാണ് ശ്രീകൃഷ്ണ പോലീസ് കേസെടുത്തത്. ശ്രീകൃഷ്ണപുരം സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കേസ്. ജോലി വാഗ്ദാനം നൽകിയ യുവതിയെ ചാത്തൻകുന്നിലെ പ്രതിയുടെ വീട്ടിൽ വെച്ചും വിവിധ സ്ഥലങ്ങളിലും വെച്ച് പലപ്പോഴായി പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവന് ജോലി പട്ടാളത്തിലെങ്ങാനും ആയിരുന്നോ എന്നൊന്നും ആരും സംശയിക്കേണ്ട. ജോലി ഡിവൈഎഫ്ഐയിലായിരുന്നു, സഖാവായിരുന്നു, നല്ല അന്നാന്തരം ക്രിമികീടമായിരുന്നു. എന്തായിരുന്നു ജോലി? പകല് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്യുക. രാഹുൽ മാങ്കൂട്ടം കോഴിയാണ്, രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃതമുള്ളവനാണ്, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, രാഹുൽ മാങ്കൂട്ടം സ്ഥാനമൊഴിയണം, ഇതൊക്കെയായിരുന്നു ആവശ്യം. രാത്രികാലങ്ങളിലോ ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പാന്നും പറഞ്ഞ് വെടിവെപ്പ്, വെടിവെപ്പോട് വെടിവെപ്പ്. ജോലി വാങ്ങിത്തരാം, ആന വാങ്ങിത്തരാം, തേങ്ങ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ചൂഷണം ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ ചൂഷണം ചെയ്തു എന്ന് മാത്രമല്ല, ഇവൻ സമരം ചെയ്യാനും മുൻപിലുണ്ടായി. എന്തായിരുന്നു സമരം ചെയ്യാനുണ്ടായ കാരണം? രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്നതായിരുന്നു സമരം ചെയ്യാനുണ്ടായ കാരണം. ആരാ സമരം ചെയ്യുന്നത്? വില്ലാളി വീരൻ, വെടിവെപ്പ് വീരൻ. പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ്, പഞ്ചായത്ത് മെമ്പറാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2025 പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരത്ത് നിന്ന് വിജയിച്ച് കയറിയ വ്യക്തിയാണ് വാർഡ് മെമ്പർ. മാക്സിമം ജോലിയൊക്കെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പീഡനത്തോട് പീഡനം. എന്നാൽ ഈ സഖാക്കൾ എന്ത് ചെയ്യും? പകലായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ സംരക്ഷണമാണ്. മാക്സിമം സ്ത്രീകളെ സംരക്ഷിക്കുക, അല്ലേ? ഇതും സ്ത്രീ സംരക്ഷണമാണ്. സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു സ്ത്രീ സംരക്ഷണമാണ്, അല്ലേ? ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ്, എന്താണ് ജോലി എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് കീഴ്പ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നു. എന്താണെങ്കിലും പരാതി പോലീസിന് മുന്നെത്തിയിട്ടുണ്ട്. ഞാനിതിങ്ങനെ കാണുമ്പോൾ ഈ വ്യക്തിയെ, ഈ പാലക്കാട് നഗരത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് പാലക്കാട് നഗരത്തിലൂടെ ഒരു സൈക്കിളിന് മറ്റേ നമ്മളെ നാട്ടിൽ ഇത് വരില്ലേ, ചെറിയുള്ളി വെണ്ടക്ക തക്കാളി തക്കാളി 2 കിലോ 100, 3 കിലോ 100, 4 കിലോ 100, 5 കിലോ തക്കാളി 100 എന്നൊക്കെ പറഞ്ഞിട്ട് വരാറില്ലേ? അതുപോലെ സൈക്കിളിൽ പാലക്കാട് നഗരത്തിലൂടെ ഒരു എന്താ പറയണ്ടേ, പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് സൈക്കിൾ ഉന്തിയ വ്യക്തി ഇയാളാ. അന്ന് സൈക്കിൾ ഉന്തിയവൻ ഇവനാ. ഇവൻ്റെ പരിപാടി എന്താ? കാണുന്ന സ്ത്രീകൾക്കൊക്കെ ജോലി ഉണ്ടാക്കി കൊടുക്കലാണ് ഇവൻ്റെ പരിപാടി. മനസ്സിലായില്ലേ? അപ്പോൾ ജോലി വാങ്ങിത്തരിക എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം സ്ത്രീകളെ ചൂഷണം ചെയ്യുക. സഖാവാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. സഖാവ നല്ല ഒന്നാന്തരം കറകളഞ്ഞ പിണറായി വിജയൻ്റെ ഭക്തൻ, അന്തം കമ്മി. അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുന്നത്? പിണറായി വിജയൻ്റെ ഭക്തന്മാരെ നമ്മൾ എന്ത് വിളിക്കും? അന്തം കമ്മി എന്ന് വിളിക്കും, അല്ലേ? ഇനി നേരെ തിരിച്ച് നരേന്ദ്രമോദിയുടെ ഭക്തരാണെങ്കിലോ അന്ത് ഭക്താണ് പിന്നത്, അല്ലേ? അത് അന്ത് ഭക്ത്, ഇത് അന്തം കമ്മി. ഏർപ്പാടൊക്കെ ഏകദേശം സെയിമാ. പരിപാടികളും യാത്രകളും എല്ലാം ഒരേ രീതിയിലാണ്, ഒരേ വഴിയിലൂടെയാണ് സഞ്ചാരമൊക്കെ. പക്ഷേ അത് അന്ധഭക്താണ്, ഇത് അന്തം കമ്മിയാണ്. എന്താണെങ്കിലും അന്തം കമ്മിക്കെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. അതും ഈ പറയുന്ന പ്രതി സുജിത്ത്, സഖാവ് സുജിത്താണ്. സഖാവ് സുജിത്ത്. ആ സഖാവ് സുജിത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. സുജിത്തിൻ്റെ വീട്ടിൽ വെച്ച് അങ്ങനെ പലയിടങ്ങളിൽ വെച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അന്തം കമ്മിയാണ്, നല്ല ഒന്നാന്തരം അന്തം കമ്മി. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ എന്തൊക്കെ ബഹളങ്ങളാണ് ഉണ്ടാക്കിയത്,
അല്ലേ? പാലക്കാട്ടും പാലക്കാടല്ലാത്തിടത്തും ഒക്കെ എത്ര ബഹളങ്ങൾ ഉണ്ടാക്കി ഇവര്. ആ ബഹളങ്ങൾക്ക് നേതൃത്വം കൊടുത്തവൻ, കൂകി വിളിക്കാൻ മുന്നിൽ നിന്ന് ഓരിയിട്ടവൻ ഇന്നിപ്പോൾ പീഡന പരാതിയിൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വാർഡ് മെമ്പറാണ്, ജോലി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് വശീകരിച്ച് പറഞ്ഞു പറ്റിച്ച് ചൂഷണം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും നല്ല ഒന്നാന്തരം അന്തംകമ്മി അടിമയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഇപ്പം സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും. എൻ്റെ മനസ്സിലും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അത് തന്നെയാണോ നിങ്ങളുടെ മനസ്സിൽ എന്ന് അറിയില്ല എനിക്ക്. ഇപ്പം ഈ വ്യക്തിയൊക്കെയാണ് എന്ത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് മുന്നിൽ നിന്ന് പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തി. അപ്പം ഇവൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇവൻ പ്രതിഷേധങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ, ഇവർ സമരം ചെയ്യുമ്പോൾ, രാഹുലിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക? കാരണം പരാതിപ്പെട്ടത് ഒരു യുവതിയാണ്. പരാതിപ്പെടാത്തതും പരാതി ഒതുക്കിയതും ഒക്കെ ആയ എത്ര കേസുകൾ ഉണ്ടാവും? അപ്പം ഇനി എത്ര എണ്ണം ഉണ്ടെങ്കിലും, ഇനി ഒന്നാണെങ്കിലും ആ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു 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 കുത്ത് അതുണ്ടാവൂലേ? ഒരു മനസാക്ഷി കുത്ത് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതേ കാര്യത്തിൽ മറ്റൊരു വ്യക്തിയെ ക്രൂശിക്കുമ്പോൾ, വേട്ടയാടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിനേക്കാളും വലിയ ഒന്നാം തരം എംബോക്കിയാണ് എന്നുള്ള ഒരു മനസാക്ഷി കുത്ത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ? അതോ അതിന് ഈ സഖാക്കൾക്ക് അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണോ? സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ സഖാക്കൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. മീൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികവാദമാണല്ലോ. അപ്പോൾ അവിടെ മാക്സിമം നമുക്ക് കിട്ടുന്നതൊക്കെ യൂസ് ചെയ്യാം, നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് മാക്സിമം ചൂഷണം ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷെ മറ്റുള്ളവൻ ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ്, പക്ഷെ താൻ ചെയ്താൽ അത് പ്രശ്നമില്ല. അത് ഈ കാര്യത്തിലെന്ന് മാത്രമല്ല, സഖാക്കൾ പലപ്പോഴും പല കാര്യങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇടുമ്പോൾ എന്താണ്, അത് വള്ളി ട്രൗസറാണ്. സഖാക്കൾ ഇടുമ്പോൾ ബർമുടയായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെയാണ് എനിക്ക് ഈ കേസ് കേട്ടപ്പോൾ തോന്നിയത്. സി സുജിത്ത്, സഖാവ് സി സുജിത്ത്, അതാണ് അതിൻ്റെ ഫുൾ. സി സുജിത്ത്. അപ്പം ഈ വ്യക്തിയൊക്കെ രാഹുലിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ, രാഹുലിനെതിരെ സമരം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരൂലടോ, നമുക്ക് വരൂലേ? അല്ലേ? ഈ മനുഷ്യൻ സ്ത്രീകളെ മാക്സിമം ജോലി വാങ്ങിത്തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഇത്തരത്തിൽ മറ്റവനെതിരെ ഒരാൾ പറയുമ്പോൾ, സമരമൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാനും ഇതിനേക്കാളും വലിയ കഷ്ടമാണല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവൂലേ? അല്ലേ? അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ചിന്തിക്കും തോറും ഞാൻ കേട്ടത് മാറിപ്പോയതാണോ, കണ്ടത് മാറിപ്പോയതാണോ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ ഇടക്കിടക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. മനസ്സിലായില്ലേ? അപ്പം എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം മുന്നിൽ നിന്ന് നയിച്ച ഇവരുടെ തീപ്പൊരി നേതാവാ സി സുജിത്ത്. ആ സി സുജിത്ത് ഇപ്പോൾ പീഡനക്കേസിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ആൾ ഒളിവിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരാതി വന്നതിൽ പിന്നെ എവിടെയുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയുമില്ല. എന്നാലും എൻ്റെ പൊന്നളിയ വല്ലാത്ത ഒരു തൊലിക്കെട്ടി തന്നെയാണ് കേട്ടോ. രാത്രികാലങ്ങളിൽ വെടിവെപ്പ് വീരനായിട്ട് നാട്ടിൽ ചുറ്റിക്കറങ്ങി നടക്കുക, പകലാകുമ്പോൾ ആർക്കെങ്കിലും എതിരെ ഇതേ കേസ് അല്ലെങ്കിൽ ഇത് സമാനമായ കേസ് ഇതേ ഒരു അന്തരീക്ഷമുള്ള ഇടത്ത് ചെന്ന് അവിടെ സമരം ചെയ്യുക. വാവ്, അടിപൊളി, കൊള്ളാം. സഖാക്കൾക്ക് കഴിയുള്ളൂ ഇതിനൊക്കെ. കാരണം ഞാനിങ്ങനെ പലപ്പോഴും പലതും ഇങ്ങനെ ചിന്തിച്ച്, അതിപ്പോൾ അതൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ, പല കേസുകളും കാണുമ്പോൾ, പല വാർത്തകളും കേൾക്കുമ്പോൾ
മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം ഇത് പറയാൻ പാടില്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്കത് നിങ്ങൾ ഓപ്പണായി പറയണോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും ചിലപ്പോഴൊക്കെ ഇവന്മാർ ഈ ഷേക്സ്പിയറിനെ പോലെയാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഏത് ഷേക്സ്പിയർ? അതന്നെ അതന്നെ നമ്മളെ മറ്റേ ഷേക്സ്പിയർ. ആ ഷേക്സ്പിയറിനെ പോലെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ. ഷേക്സ്പിയർ മുമ്പ് പറഞ്ഞ ഒരു കോട്ടുണ്ടല്ലോ, ഒരു വാചകമുണ്ടല്ലോ, ഒരു അഭിപ്രായം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പൂന്തോട്ടം നമ്മൾ നട്ട് നനച്ച് വളർത്തി അത് പുഷ്പിക്കുമ്പോൾ അതിന് ഫലം കാണുമ്പോൾ അത് അനുഭവിക്കേണ്ടത് ആദ്യം നമ്മളാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞതായിട്ട് എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഷേക്സ്പിയർ പറഞ്ഞു എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പല സംഭവങ്ങളിലും. അപ്പോൾ അതുപോലെയാണ് സഖാക്കൾ എന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇവർക്ക് ഈ പറയുന്ന ബർമുടയാണ്. ഇത് മറ്റാരെങ്കിലും ഇട്ടാൽ വള്ളി ട്രൗസർ ആവും. അതാണിപ്പോൾ എനിക്ക് ഈ കേസിൽ നിന്ന് മനസ്സിലായത് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സഖാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുവോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്യുക, രാത്രിയാകുമ്പോൾ വെടിവെക്കാൻ പോവുക. അന്തസ്സല്ലേ? അതോ ഇനിയിപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞതനുസരിച്ചുള്ള ജീവിതമാണോ ഇവറ്റുകളുടേത് എന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ.